ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ പുതിയൊരു സർക്കുലർ ഇറങ്ങിയിരിക്കാനായിട്ട്. അതായത് ഷട്ടർ ഇടുന്നതിന് മുമ്പ് ക്യൂവിലുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും മദ്യം കൊടുത്തിരിക്കണം, എന്നതിന് ശേഷം മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലേ കൊള്ളാം സംഭവം. നിലവിലിപ്പം രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് രാത്രി 9 മണിയാകുമ്പോഴാണ് ബിവറേജസ് കോർപ്പറേഷൻ ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ ഇനി മുതൽ അങ്ങനെ പറ്റത്തില്ല. ആ സമയത്ത് ക്യൂവിലൊക്കെ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേർക്കും മദ്യം ഉറപ്പായിട്ടും, അതായത് അവരെ നിരാശരാക്കിയിട്ട് മടക്കാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും പേർക്കും മദ്യം കൊടുത്തതിന് ശേഷം മാത്രമേ ഷോപ്പ് അടയ്ക്കാവൂ. അങ്ങനെയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സംഭവം ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും ഒന്നി അവിടെ ഗംഭീര അടി അടക്കും, അതല്ലെങ്കിൽ അടയ്ക്കാനേ പറ്റത്തില്ല. ആൾക്കാർ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിൽ ഇപ്പം ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവിടെ ഒരു ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അതായത് ആൾക്കാർ നല്ല വന്നിപ്പം വേറെ അടിയും പോലൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു. അവിടെ ക്യൂ ഒക്കെ സെറ്റ് ആയിരിക്കും. ആൾക്കാർ വരുന്നു, വാങ്ങിക്കുന്നു, പോകുന്നു. പക്ഷെ വന്നിട്ടുള്ളവർ ഇത് 9 മണിക്ക് ശേഷമാണോ 9 മണിക്ക് മുമ്പാണോ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. കാരണം 9 മണിക്കാണ് അവർക്ക് നിലവിൽ നോർമലി ക്ലോസ് ചെയ്യേണ്ടത്. അപ്പം ക്യൂ ഇങ്ങനെ അവസാനിക്കാതെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൈം ലിമിറ്റിനകത്ത് ക്ലോസ് ചെയ്യേണ്ടത്. അതായത് 9 മണിക്ക് കറക്റ്റ് ടൈമിൽ പിന്നെ ക്യൂവിന്റെ അവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ക്യൂ മാനേജ്മെന്റ് വെച്ച് സെപ്പറേറ്റ് അവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും, വേറെ ആള് കയറാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ആകുമ്പം അതിന് സെപ്പറേറ്റ് ഇനി ഒരാളെയും കൂടെ പേയ്മെന്റ് കൊടുത്ത് നിർത്തേണ്ട അവസ്ഥയായിരിക്കും വരുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒന്നി അവിടെ നല്ല രീതിക്ക് അടിയാവും, അതല്ലെങ്കിൽ 24 മണിക്കൂർ ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മളെ പണ്ട് കാലത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ, ഒരു ഇല്ലങ്ങളിലും ബാക്കി വീടുകളിലൊക്കെ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവര് എന്താ പറയാ നട അടയ്ക്കുന്നത്, അതായത് വീട്ടിന്റെ ഡോറ് അടയ്ക്കുന്നത്. അപ്പം അതേപോലെ ബിവറേജ് കോർപ്പറേഷനകത്ത് പുറത്ത് വന്നിട്ട് മദ്യം കിട്ടാൻ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടോ എന്നിവിടെ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇനി തൊട്ട് അവർക്ക് അത് ക്ലോസ് ചെയ്യാൻ. ഇതിനെക്കാട്ടും ബെറ്റർ കുറച്ചും കൂടെ ഒരു മുന്നോട്ട് ഇറക്കിയിട്ടേ 24 മണിക്കൂർ ആക്കുക. നിലവിലെ ഇപ്പം ടൈം വരുന്നത് രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവുന്നു, 9 മണിയാകുമ്പം ക്ലോസ് ചെയ്യുന്നു. അതിനിപ്പം ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ വന്നിട്ട് അതിനകത്ത് 2 ഷിഫ്റ്റ് ആക്കുക. 10 മണി തൊട്ട് 9 മണി വരെ ഒരു ഷിഫ്റ്റ്, 9 മണി മുതൽ നെക്സ്റ്റ് മോർണിംഗ്, അതായത് അടുത്ത ഷിഫ്റ്റ് വരുന്നത് വരെ നെക്സ്റ്റ് ഷിഫ്റ്റ്. അങ്ങനെ 24 മണിക്കൂർ പ്രവർത്തിക്കുക. അപ്പം ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും. എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെ ആവും എന്നാണ് തോന്നുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നത്തിലും. പക്ഷെ ഇത്രയൊക്കെ സെയിലൊക്കെ നടക്കണമെങ്കിലും ഇവര് പറയണത് ഇതും നഷ്ടത്തിലാണെന്നുള്ളതല്ലേ പറയണേ. എന്തൊക്കെ കാര്യങ്ങളാണ്. മദ്യം ആർക്കും ഒരാൾ പോലും എന്താ പറയാ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകാൻ പാടില്ല. എല്ലാവർക്കും കുപ്പിയും കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ പോവാം. ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. പക്ഷെ ഇത് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് പ്രാവർത്തികമാണെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം അടിയാവും, ഉറപ്പാണ് അടിയാവും. ഇത് അടയ്ക്കാൻ പറ്റൂല. നോക്കിക്കോ, ഇനി ഈ സംഭവം ഇനി ബിവറേജസ് കോർപ്പറേഷൻ ഒരു സാധനം ഇനി അടയ്ക്കാനേ പറ്റത്തില്ല. ഇതിലുള്ള എല്ലാവർക്കും ഈ ക്യൂ ഇങ്ങനെ അതിന് വല്ല അന്ത്യം ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് ക്യൂ തീർത്ത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. സൂപ്പർ ആയിരിക്കും. ഇനിയായിരിക്കും കോമഡി ബിവറേജസ് കോർപ്പറേഷന്റെ അവിടെയൊക്കെ. അതൊക്കെ 24 മണിക്കൂർ ആക്കുക. അല്ലെങ്കിൽ കുറച്ച് അവിടെ ഒരു എന്താ പറയുക, ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കണവർക്ക് ഒരു ടാങ്കിനകത്ത് കുറച്ച് മദ്യം കൂടെ വെച്ചിട്ട് ടാപ്പ് കൂടെ വെക്കുക. ഇനി 24 ഒന്ന് ക്യാഷ് വല്ലതും ഇട്ടിട്ട് കഴിഞ്ഞാൽ മറ്റേ ATM നിന്ന് ക്യാഷ് എടുക്കണം പോലെ പൈസ ഇടുക, ടാപ്പ് തുറന്ന് ഫണ്ട് എടുക്കുക. സോറി, ഫണ്ടല്ല, മദ്യം എടുക്കുക. ഓരോരുത്തരും കുപ്പിയിൽ കൊണ്ടുവന്നൊക്കെ പോട്ട് സെപ്പറേറ്റ് ഒരു സെറ്റും കൂടെ അല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അതാകുമ്പോൾ വീടിന്റെ വിഷു വരില്ലല്ലോ. പിന്നെ വെള്ളം പോലെ അല്ലല്ലേ, ഇത് ബ്രാൻഡാണല്ലോ. പല പല ഓരോരുത്തർക്കും ഓരോരോ ബ്രാൻഡാണല്ലോ. എന്തൊക്കെ സർക്കുലർ ഉണ്ടാക്കണത്. കൊള്ളാം. സെയിലൊക്കെ കുത്തനെ കയറും. എന്തായാലും ജനങ്ങളുടെ എന്താ പറയാ വികാരങ്ങൾ മനസ്സിലാക്കിയാണ് ഓരോരോ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. ജനങ്ങളല്ല, ഓരോ ഈ മദ്യം കുടിക്കുന്നവരും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്കും ഉള്ള അവരുടെ വികാരങ്ങൾക്ക് മാനിച്ചു കൊണ്ടുള്ള ഓരോരോ സർക്കുലറുകളെ. ഇതൊക്കെ നേരത്തെ കാലത്ത് സത്യം പറഞ്ഞ ക്ലോസ് ചെയ്യണം. ഒരു 7 മണി വരെയൊക്കെ മതി, 9 മണിക്കും പോരാ. ഇനിയിപ്പം 10 മണി 10, 11, 12 മണിയായാലും ഇത് തീരത്തില്ലല്ലോ. എന്റെ ദൈവമേ, ഓരോരോ സർക്കുലറുകൾ ഇനി എങ്ങനെയായിരിക്കും കാണണം. ഇതുപോലത്തെ ഓരോരോ നിയമങ്ങൾ പല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സെറ്റ് ആവുമായിരുന്നു. ഇപ്പം റേഷൻ കടയിൽ അരി കൊടുക്കുന്നതാണെങ്കിലും ഓരോരോ ഗവൺമെന്റ് ഓഫീസുകളുണ്ടല്ലോ, ഭയങ്കര തിരക്കായിട്ട് ഇപ്പോൾ ഫയലുകളൊക്കെ ഇങ്ങനെ വർക്കിംഗ് ലോഡായിട്ട് ഇങ്ങനെ കുട്ടി പെരുകി അങ്ങ് കിടക്കുമല്ലോ. അപ്പൊ അവിടേക്ക് ഇതുപോലെ ഫയലുകളൊക്കെ കുറച്ചും കൂടെ മൂവ്മെന്റ് സ്പീഡൊക്കെ കൊണ്ടുവന്ന് വർക്കിന്റെ അതൊക്കെ അങ്ങ് ചെയ്യണം. അതുപോലത്തെ ഒന്നും കൊണ്ടുവരില്ല ഇത്. പക്ഷേ ഇത് നല്ല രീതിക്ക് വരുമാനം കിട്ടുന്നതായതുകൊണ്ട് ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്യും. ഇനി കണ്ടറിയണം ഇത് ഇപ്പൊ എങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും കൊള്ളാം സംഭവങ്ങളൊക്കെ.